ഒരു ബസ് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 4-ന് പുറപ്പെട്ട് രാവിലെ 10-ന് കൊച്ചിയിലെത്തി. യാത്രയുടെ വേഗം 40 km/മണിക്കൂറായിരുന്നു. 1 മണിക്കൂർ നേരത്തെ എത്തണമെങ്കിൽ വേഗം എത്ര വർദ്ധിപ്പിക്കേണ്ടി വരും നോക്കാം നമുക്ക്. തിരുവനന്തപുരത്ത് നിന്നും രാവിലെ 4 മണിക്ക് പുറപ്പെട്ട് 10 മണിക്ക് എത്തുന്നു ബസ്. അപ്പം അതിൻ്റെ സമയം ടൈം തന്നിട്ടുണ്ട്. 4 മണിക്ക് പുറപ്പെട്ട് 10 മണിക്ക് രാവിലെ എത്തുന്നതെന്ന് വെച്ചാൽ എത്ര മണിക്കൂർ യാത്രയാണ്? 5, 6, 7, 8, 9, 10 6 മണിക്കൂർ യാത്ര. അപ്പം ടൈം 6 മണിക്കൂറാണ്, 6 hours. സ്പീഡ് ഓൾറെഡി തന്നിട്ടുണ്ട് 40 km/h, അതായത് 40 km/h വേഗതയിലാണ് പോകുന്നത്. അപ്പോൾ സ്പീഡും ടൈമും തന്നപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്, ഇതിൻ്റെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് 6 മണിക്കൂർ എന്നുള്ളത് 5 മണിക്കൂർ കൊണ്ട് എത്തണമായിരുന്നെങ്കിൽ ഈ സ്പീഡ് എത്ര കൂട്ടണമായിരുന്നു എന്നുള്ളതാണ്. അതിന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക ഡിസ്റ്റൻസ് എത്രയാണെന്നാണ്. സ്പീഡും ടൈമും ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന സമവാക്യം എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇതിൽ നിന്ന് ടൈം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഇവിടെ 40 കിലോമീറ്റർ, അതിന് ടൈം 6 hours. 40 കിലോമീറ്റർ 6 മണിക്കൂർ കൊണ്ട് ഓടുമ്പോൾ 6, 4, 24 240 കിലോമീറ്ററാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. അപ്പം 240 കിലോമീറ്റർ ദൂരം ടൈം 5 മണിക്കൂർ കൊണ്ട് എത്തണം. 1 മണിക്കൂർ നേരത്തെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 240 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ സ്പീഡ് എത്ര കൂട്ടണം? അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കുക. സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ് സമവാക്യം? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ച് 240 കിലോമീറ്ററാണ് ഒട്ടാകെയുള്ളത്. 6 മണിക്കൂർ ഓടുന്നത് 5 മണിക്കൂർ കൊണ്ട് ഓടുന്നു. ബൈ 5. 240 ബൈ 5 എന്ന് വെച്ചാൽ എത്രയാണ്? 1, 5, 5 20 4, 5, 20 ശിഷ്ടം 4, 40 8, 40 48 km/h വേഗതയിൽ പോകണം. അപ്പം നേരത്തെ 40 km/h വേഗതയിൽ ഓടിയ വണ്ടി 48 km/h വേഗതയിൽ ഓടിയാൽ മാത്രമേ 5 മണിക്കൂർ കൊണ്ട് എത്തൂ. അപ്പോൾ എത്ര km/h ഡിഫറൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്? 48 40 കുറച്ച് 8 km/h വ്യത്യാസമാണുള്ളത്. അപ്പം 40 km സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടി 48 km സ്പീഡിൽ 8 km/h സ്പീഡ് ഓടുകയായിരുന്നെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് എത്താമായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രീതി. ആദ്യം നമുക്ക് ടൈമും കണ്ടുപിടിക്കുക. സ്പീഡ് തന്നിട്ടുണ്ട്, അതിൽ നിന്നും ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. പിന്നെ ഡിസ്റ്റൻസ് കിട്ടി, ടൈം 1 മണിക്കൂർ കുറയ്ക്കുന്നു, 6 എന്നുള്ളത് 5 മണിക്കൂർ ആക്കുന്നു. അപ്പോഴുള്ള സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം 48. ഇനി അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 48 അല്ല അതിൻ്റെ ഉത്തരം. വ്യത്യാസം 40-ന് 48 തമ്മിലുള്ള വ്യത്യാസം 8 km/h വ്യത്യാസമാണ്. ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ.